മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA ഫ്യൂച്ചർ. സോ ഇത് നമ്മളെ 13ാമത്തെ വീഡിയോ ആണ്. ഇതുവരെ നമ്മളെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തൊരു കയറി ബാക്കിയുള്ള വീഡിയോസ് കാണണം, കാരണം ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടല്ല ഏതൊരു എക്സാമിൻ്റെ ആയാലും ബേസിക്സ് ടു അഡ്വാൻസ് നമ്മൾ പറഞ്ഞു തരുന്നതാണ് നമ്പർ സിസ്റ്റത്തിൻ്റെ. സോ ഈ വീഡിയോയിൽ നമുക്ക് കോപ്രൈം നമ്പേഴ്സിനെ പറ്റി തന്നെ പറയാം. സോ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദി നമ്പർ ഓഫ് വേസ് ഓഫ് റൈറ്റിംഗ് 480 ആസ് ദി പ്രോഡക്റ്റ് ഓഫ് 2 കോപ്രൈം നമ്പേഴ്സ്. അപ്പോൾ 450 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 4 × 12 × 10 അല്ലേ. അപ്പോൾ നമ്മൾ 2 സ്ക്വയർ × 4 × 3 × 2 × 5. അപ്പോൾ എത്ര? 2 4 5 2⁵ × 3⁵1 × 5⁵1 അല്ലേ. സോ നമ്മുടെ എന്തോന്നാണ് നമ്മളെ ഫോർമുല എന്താണ്? n-2n-1. ഇപ്പം n എന്താണ്? എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്നാണ്? 3 പ്രൈം നമ്പേഴ്സ്. അപ്പം 2⁻3 - 1 2⁻2 = 4. അപ്പം നമ്മളെ നമ്പർ ഓഫ് വേസ് ഓഫ് റൈറ്റിംഗ് 480 ആസ് ദി പ്രോഡക്റ്റ് ഓഫ് 2 കോപ്രൈം നമ്പേഴ്സ് എത്രയാണ്? 4 എണ്ണമാണ്. മനസ്സിലായോ? സോ അടുത്ത നമുക്ക് പുതിയൊരു ടോപ്പിക്ക് പഠിക്കാം. ഈ ടോപ്പിക് എന്ന് പറയുമ്പം ദി നമ്പർ ഓഫ് കോപ്രൈം ടു ദി നമ്പർ n that are less than n. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പോൾ ഒരു 15 എന്ന് പറഞ്ഞൊരു നമ്പർ എടുക്കുകയാണ്. പോട്ട് ആദ്യം ഒരു ചെറുത് തന്നെ എടുക്കാം. 7 എന്ന് പറഞ്ഞൊരു നമ്പർ എടുക്കുകയാണ്. അതിൻ്റെ താഴെയുള്ള എല്ലാ നമ്പേഴ്സും 1 2 3 4 5 6 വരെ എല്ലാം എടുക്കുന്നു. അതിൽ ഏതൊക്കെ നമ്പേഴ്സാണ് 7 കോപ്രൈം ആയിട്ടുള്ളതെന്ന് നമ്മൾ നോക്കുക. 1 7 2 7 3 7 4 7 5 7 6 7. ഓഹോ, അപ്പം എന്താണ്ടാ എടുത്ത സംഖ്യ തന്നെ കൊള്ളാം, എല്ലാം കോപ്രൈമാണ് അല്ലേ. അപ്പം 7 നമ്പേഴ്സ് അല്ലേ, എല്ലാം കോപ്രൈം ആയല്ലോ. അപ്പോൾ നമുക്ക് രണ്ടാമത് 15 എടുത്ത് നോക്കാം. നമ്മൾ നേരത്തെ എടുത്താൽ 15 ആണെങ്കിൽ 1 15 2 2 15 3 15 എന്ന് പറഞ്ഞാൽ 3 4 5 6 7 8. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞിട്ടോ ഇങ്ങനെ എഴുതണം. അപ്പോൾ 10 വരും, 11 വരും, 12 വരും അല്ലേ, 12 വരില്ലേ, 13, എല്ലാ സംഖ്യാസും എല്ലാം 15 14 വരെ വരും. അപ്പം 1 15 ഒരു കോപ്രൈം അല്ലേ? ആണ്. 2 15 അല്ലേ? ആണ്. 3 15 ആണോ? അല്ല. 4 15 ആണ്. 5 15 അല്ല. 6 15 ആണ്. ആണോ? അല്ല. കാരണം LCM എത്രയാവും? 3 ആവൂലേ. സോ 7 15 ആവും. സോ 8 11 ആവോ? അല്ല, 15 ആവൂല. ആവും സോറി നമ്മൾ 9 15 ആവോ? ആവൂല. 10 15 ആവോ? ആവൂല. 11 15 ആവോ? ആവും. 12 15 പോവൂല. 13 15 പോവും എന്ന് പറയുമ്പോൾ കോപ്രൈമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണം. 14 15 കോപ്രൈമാണ്. മനസ്സിലായോ? അപ്പോൾ എത്ര കോപ്രൈംസ് ഉണ്ട്? 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. സോ ഇങ്ങനെ കണ്ടുപിടിക്കണം എന്തൊരു പാടല്ലേ. സോ നമുക്ക് 15 തന്നെ എടുത്ത് കളയാം. 15 എന്ന് പറയുമ്പം 15 താഴെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 എണ്ണം. സോ 15 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ എന്തൊക്കെ കിട്ടും? 3 × 5. എന്താണ് അതിൻ്റെ ഫാക്ടേഴ്സാണ് എന്ന് പറയുമ്പം 15 3 വെച്ചും 5 വെച്ചും ഡിവിസിബിൾ ആണ്. സോ 3 വെച്ച് പോവുകയാണെങ്കിൽ അതൊരു കോപ്രൈം നമ്പർ ആവുമോ? അല്ലല്ല. അപ്പം 3 6 9 12 ആദ്യം നമുക്ക് എടുക്കാം അല്ലേ. സോ ആദ്യം 3 എടുക്കാം. അപ്പം 3ൻ്റെ സോ ഇതെന്താ, ഒരു 3 നമ്പേഴ്സ് എടുക്കുമ്പോൾ ആദ്യത്തെ ഓരോ 3 നമ്പേഴ്സ് എടുക്കുമ്പം അതിൻ്റെ ഒരു നമ്പർ എന്തോന്നായിരിക്കും? 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കണ്ടോ ഇവിടെ 15 ഇതാ കണ്ട അടുത്ത കണ്ട. അപ്പോൾ മനസ്സിലായ? ഓരോ 3 ടേം എടുക്കും, 3 നമ്പർ എടുക്കുമ്പം മനസ്സിലാവാൻ വേണ്ടി ഞാൻ പിന്നെ എടുത്തരാം. ഓരോ 3 നമ്പർ എടുക്കുമ്പം അതിൻ്റെ ഒരു നമ്പർ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഇൻറ്റു 15. സോ എത്ര കിട്ടും നമുക്ക്? 5 കിട്ടും. അപ്പം റിമൈനിങ് എത്രയാണ്? 15 - 5 10. അപ്പോൾ ഇനി 10 ഡിജിറ്റേ ഉള്ളൂ, 10 നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 3 ഒഴികെ ബാക്കിയല്ല എഴുതാം. 1 2 4 5 7 8 10 11 13 14. അപ്പോഴേ നോക്കിയേ ഇതൊക്കെ.
അപ്പോൾ നമ്മൾ അടുത്ത 5 അല്ലേ അടുത്ത ഫാക്ടർ എത്ര 5. അപ്പം 5 പോവും, 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 10 പോവും അല്ലേ. സോ അടുത്ത നോക്ക് ഇതാണ്ട 5 എണ്ണം 3 4 5 3 4 5. അപ്പം ഓരോ 5 നമ്പർ വരുമ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾ വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും, ഓരോ 5ൻ്റെ മൾട്ടിപ്പിൾ വരുമ്പോൾ ഓരോ 5 വട്ടം വരുമ്പോൾ ഒരു 5ൻ്റെ മൾട്ടിപ്പിൾ എങ്കിലും കാണും. ഇൻറ്റു എത്ര 10, റിമൈനിങ് എത്ര 2 നമുക്ക് കിട്ടണത് അല്ലേ. അപ്പോൾ നമ്മൾ റിമൈനിങ് എത്ര എണ്ണം ആയിരിക്കും കോപ്രൈം നമ്പറായിട്ട് 10ൽ നിന്ന് 2 കുറയ്ക്കുക 8. സോ എന്താണ് നമ്മൾ ചെയ്തത്, ആദ്യം നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് 3 × 5 ചെയ്തു. അപ്പം 3 × 5 ചെയ്തപ്പോൾ നമ്മൾ പ്രൈം നമ്പേഴ്സ് മാത്രം നോക്കിയാൽ മതി. പ്രൈം നമ്പേഴ്സിൽ നമ്മൾ ആദ്യം 3 എടുത്ത്, അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കുകയാണെങ്കിൽ 3 6 9 12 15 അല്ലേ. അപ്പം ഓരോ 3 നമ്പേഴ്സ് എടുക്കുമ്പം അതിൽ ഒരെണ്ണം 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതാണ് നമ്മൾ 3/1 എന്ന് എഴുതിയത്. 1/3 എന്ന് എഴുതി ഇൻറ്റു 15 = 5. ഇപ്പോൾ റിമൈനിങ് ഇനി എത്ര ബാക്കിയുണ്ട് 5 എണ്ണം. അപ്പോൾ റിമൈനിങ് 15ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 10. അപ്പം 10 സംഖ്യ ഇനിയും അവിടെ ഉണ്ട്. സോ അടുത്ത് നമ്മൾ 5 അല്ലേ അടുത്ത പ്രൈം നമ്പർ. സോ 5ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ടുള്ള 5ഉം 10ഉം എടുത്തു. സോ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആദ്യത്തെ 5 നമ്പർ എടുക്കുമ്പോൾ എന്തോന്ന് ഒരു നമ്പർ എന്തോന്നായിരിക്കും 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ ഇൻറ്റു 10 = 2. സോ ദി റിമൈനിങ് ഈസ് 10 - 2 = 8. നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം. n = a⁻p × b⁻q × c⁻r × d⁻s എന്ന് വെച്ചെടുത്തോ. ഇങ്ങനെ ഈ എ ബി സി ഡി ഇതെല്ലാം ഒരു പ്രൈം നമ്പേഴ്സാണ്, അത് ഒരിക്കലും മറന്നു പോകല്ലേ. സോ നമ്മളെ ഫോർമുല ഇതിൻ്റെ ഫോർമുല എന്തായിരിക്കും, ഇതൊരു നമ്പറാണ് ഞാൻ തന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ഫോർമുല എങ്ങനെയെന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഇൻറ്റു 1 - 1/a ഇൻറ്റു 1 - 1/b. ഒരിക്കലും പി എടുക്കില്ല, ബി ആണ് എടുക്കേണ്ടത് പ്രൈം നമ്പേഴ്സ്. 1 - 1/c ഇൻറ്റു 1 - 1/d എക്സെട്ര. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ നമ്പർ ഓഫ് കോപ്രൈം നമ്പേഴ്സ് വിച്ച് ആർ ലെസ് ദാൻ n എന്ന് പറയണതിൻ്റെ ഫോർമുല ഇതാണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്ക് 15 3 × 5 ഒന്നുമില്ലടാ മക്കളെ. അത് നോക്ക് 15 × 1 - 1/3 ഇൻറ്റു 1 - 1/5. അപ്പോൾ എത്രയാണ് 15/2/3 ഇൻറ്റു 4/5. നിങ്ങൾ ഇത്ര ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഞാൻ വേറൊരു കാര്യം പറഞ്ഞതാണ്. ഇപ്പം നമുക്കൊരു പ്രൈം ഫാക്ടർ കിട്ടി 2n 3m 4 പ്രൈം നമ്പർ അല്ലല്ല 7r എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയാമോ? ഇപ്പോൾ ഒരു 15 എന്നാണ് എടുത്തതെന്ന് വെച്ചോ, 15 അല്ല പോട്ടെ, ഇപ്പം 6 42 എടുത്തോട്ടെ, 42 എടുത്ത്. സോ ഇതിൻ്റെ ആണെന്ന് നിങ്ങൾ വിചാരിച്ചോ, അസ്യൂം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കോപ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ ലെസ് ദാൻ n കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ 42 ഇൻറ്റു ഈ 2 ഇല്ലേ, 2 താഴെ എഴുതുക, 2 - 1 എത്ര 1. അടുത്ത് 3 എഴുതുക, 3 - 1 എത്ര 2. അടുത്ത് 7 - 1 എത്ര 6. അപ്പോൾ ഇതെല്ലാം വെട്ടിക്കളാ 6. അപ്പം 12 ആയിരിക്കും നമ്മുടെ കോപ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 42. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇത് വെട്ടി 8 എണ്ണമായിരിക്കും. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്തോന്നാണ് 30ൻ്റെ ഇത് എത്രയാണ് 6 × 5 അല്ലേ, 2 × 3 × 5 അല്ലേ മനസ്സിലാവണുണ്ടോ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും അതിൻ്റെ നമ്പർ ഓഫ് കോപ്രൈം ടു n 30 × 1/2. 2 - 1 എഴുതുക, 2 - 3 1 എഴുതുക, 2 കിട്ടി. അത് 5 - 1 4. അപ്പോൾ നമ്മൾ 10 30 വെട്ടിപ്പോയി. അപ്പോൾ എത്ര കിട്ടി 8 നമ്മൾ ആൻസർ. സോ 8 കോപ്രൈം നമ്പേഴ്സ് ഉണ്ട് 30നെ കാട്ടി താഴെ. മനസ്സിലായോ? അപ്പോൾ ഒരു നമ്പർ എടുത്ത് നോക്ക് 72 എന്ന് പറഞ്ഞാൽ 9 × 8. സോ 2/3 × 3/2 അല്ലേ. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് എത്ര 2 ഉണ്ട്. അതൊന്നും നമുക്കിവിടെ ഒരു കാര്യമല്ല.
നമുക്ക് എന്തോന്നാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് കോപ്രൈം നമ്പേഴ്സ് ടു എൻ വിച്ച് ഈസ് ലെസ് ദാൻ എൻ. അപ്പോൾ നമ്മൾ എന്തോ നീടാ എൻ ഈസ് ഈക്വൽ ടു എന്നിൻ്റെ ബാക്കിലുള്ള 1 2 3 അങ്ങനെ കണ്ടുപിടിക്കോ? അത് ഭയങ്കര സമയം എടുക്കൂലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഫോർമുല യൂസ് ചെയ്യും. 72 ഇൻറ്റു 1/2 ഇൻറ്റു 2/3. അപ്പോൾ എത്രടാ? പറ്റിപ്പോയില്ലേ? 2 1 6അല്ലല്ലോ 4 അപ്പം 24 കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കും ലെസ് ദാൻ 472 നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇപ്പോൾ 49 ആണെങ്കിൽ 7 സ്ക്വയർ. അപ്പോൾ 49 ഇൻറ്റു 1/7 എടുത്തോ? ഇല്ല, 6/7. ഇപ്പം എന്താ വെട്ടിപ്പോയി. 7 42 42 നമ്പേഴ്സ് എന്ന് നമുക്ക് കിട്ടി. സോ നമുക്ക് എത്ര കോപ്രൈം നമ്പേഴ്സ് ഉണ്ട്? 42 കോപ്രൈം നമ്പേഴ്സ് ബിലോ 49 ഉണ്ട്. മനസ്സിലായോ? പുതിയൊരു ടോപ്പിക് പഠിക്കാം. സം ഓഫ് ദി കോപ്രൈംസ് ടു ദി എൻ ദാറ്റ് ആർ ലെസ് ദാൻ എൻ എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്പർ ഓഫ് കോപ്രൈം നമ്പേഴ്സ് ടു എൻ വിച്ച് ഈസ് ലെസ് ദാൻ എൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമ്മളൊരു ഫോർമുലയൊക്കെ പഠിച്ച് ഓർമ്മയില്ലേ? കഴിഞ്ഞ നോക്കിയാൽ മതി. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് 15 തന്നെ എടുക്കാം. 15ൻ്റെ കോപ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 4 7 പിന്നെ 8 11 13 14. സോ ഇവിടെ നോക്കിക്കോ. 1 + 14 എത്ര? 15. 2 + 13 എത്ര? അതാ കൂട്ടാണേ 15. 4 + 11 എത്ര? 15. 7 + 8 എത്ര? 15. സോ എത്ര എണ്ണം വന്ന്? 4 എണ്ണം ഇൻറ്റു 15. അപ്പോൾ എത്ര? 60 എന്നായിരിക്കും നമ്മുടെ ആൻസർ. അപ്പം 1 + 2 + 4 + 7 അങ്ങനെ കൂട്ടണേം കാട്ടി എത്ര? 4 എണ്ണം ഉണ്ടെങ്കിൽ 4 × 15 എന്ന് എഴുതി = 60 എന്ന് പറഞ്ഞു. = 60 കിട്ടി. അപ്പോൾ ഇപ്പം വലിയ നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് ഇത്രയും സം എടുക്കേണ്ടി വരില്ലേ? അത് എന്ത് പാടല്ലേ? അപ്പോൾ നമുക്ക് അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണെന്നറിയാമോ? ഷോർട്ട് കട്ട് എന്ന് പറയുമ്പം ആ നമ്പർ ഇൻറ്റു നമ്മൾ കഴിഞ്ഞ നമ്പർ ഓഫ് കോപ്രൈം നമ്പേഴ്സ് ഓഫ് ടു എൻ ബിലോ എൻ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ എൻ ഡിവൈഡഡ് ബൈ 2. നമ്മൾ നേരത്തെ പഠിച്ചല്ലേ 15 നമ്മൾ 3/1 × 5/1 എന്ന് എഴുതും. സോ അതിന് നമ്മൾ എന്തോ ചെയ്യും? 15 × 2/3 × 4/5. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് 8 എന്ന് കിട്ടി അല്ലേ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നേരത്തെ ക്വസ്റ്റ്യനിൽ. സോ എൻ എത്രയാണ്? നമ്മൾ 15 ഇൻറ്റു നമ്പർ ഓഫ് കോപ്രൈം ടു എൻ ബിലോ എൻ എന്ന് പറയുന്നത് 8/2 എത്രയാടാ? 15 × 4 = 60 എന്ന് കിട്ടി. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ് 24. ഇപ്പോൾ 24 ആണെന്ന് പറയുകയാണെങ്കിൽ എത്ര? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം അതിൻ്റെ നമ്പർ ഓഫ് കോപ്രൈം നമ്പേഴ്സ് ടു ദി എൻ കണ്ടുപിടിക്കും. അപ്പോൾ എത്ര? 8 × 3 അല്ലേ? 2⁻³ × 3. ഇങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മളെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ 24 × 1/2 × 2/3 ഇവിടെ കട്ട് ചെയ്ത് 8 എന്ന് കിട്ടി. സോ 24 × 8/2. അപ്പോൾ 24 × 4 എത്രടാ? 96 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പം ടോട്ടൽ സം ഓഫ് ദി കോപ്രൈം നമ്പേഴ്സ് ടു ദി 24 ബിലോ ലെസ് ദാൻ 24 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 96 ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ ഫൈൻഡ് ദി സം ഓഫ് ഓൾ ദി നമ്പേഴ്സ് വിച്ച് ആർ കോപ്രൈം ടു എത്ര? 480 ആൻഡ് ലെസ് ദാൻ ദി 480. 480 ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഏതൊക്കെ ഫാക്ടേഴ്സ് അല്ലെ ഏതൊക്കെയാണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞത് നമുക്ക് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ലല്ല. സോ നമ്മൾ അതിനെന്ത് ചെയ്യും? നമ്മൾ ഫോർമുല യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം എന്തോ ടോട്ടൽ നമ്പർ ഓഫ് കോപ്രൈം നമ്പേഴ്സ് ഓഫ് എൻ കണ്ടുപിടിക്കും അല്ലേ? വിച്ച് ടു എൻ വിച്ച് ഇസ് ലെസ് ദാൻ എൻ. എൻ എന്ന് പറയുമ്പം 480. അപ്പോൾ എത്രടാ? 480 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 4 × 12 × 10. അപ്പം 4 × 4 × 3 × 5 × 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2⁵ × 3⁵1 × 5⁵1 അല്ലേ? സോ നമ്മളെ നമ്പർ ഓഫ് കോപ്രൈം നമ്പേഴ്സ് എത്ര ഓഫ് 480 എത്രയായിരിക്കും? നമ്മളെ 480 × 1/2 × 2/3 × 4/5 അല്ലേ? അപ്പം ഇത് കട്ട് ചെയ്യണണ്ട. കട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? ഇവിടെ കട്ട് ചെയ്യാണ് 1 6 0. സോ അടുത്ത് കട്ട് ചെയ്ത് 32
സോ 32 ഇൻറ്റു 4 എത്ര? 8 12 128 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അതിൻ്റെ സമ്മ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സം ഓഫ് ഓൾ കോപ്രൈം നമ്പേഴ്സ് ടു n. കോപ്രൈം നമ്പേഴ്സ് ടു n എത്രടാ? എന്നു പറയുമ്പോൾ 480. അത് ഞാൻ എഴുതണ്ടല്ലോ. 480 എത്രടാ? നമ്മളെ ഫോർമുല എന്താണ്? എന്ന് പറയുന്നത് 480 ഇൻറ്റു 128 ഡിവൈഡഡ് ബൈ 2. 182 എന്ന് 128 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് കോപ്രൈം ടു ദി 480 ആണ് 128. നമ്മൾ കണ്ടുപിടിച്ചോ ഈ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര? 480 ഇൻറ്റു 64 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ബട്ടർഫ്ലൈ മെത്തേഡൊക്കെ ഇല്ലേ, അടുത്തൊക്കെ അങ്ങ് ചെയ്യണം. 30,720 കിട്ടും. അപ്പോൾ എന്ത് എളുപ്പം നോക്കിയേ. അല്ല നമ്മൾ സമ്മ് കണ്ടുപിടിച്ച് സമയം കളയാതെ ആദ്യം നമ്മൾ എന്തോന്ന് ചെയ്ത് നമ്പർ ഓഫ് കോപ്രൈം നമ്പേഴ്സ് ടു 480 ലെസ് ദാൻ 480 കണ്ടുപിടിച്ച് അത് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഫോർമുല അടിച്ചിട്ടുണ്ട്. 480 ഇൻറ്റു 1/2. 1/2 എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൈം നമ്പേഴ്സിൻ്റെ -1 ദെൻ 3 എടുത്തപ്പോൾ 2 എടുത്ത് 5 എടുത്തപ്പോൾ 4 എടുത്ത്. അപ്പം 32 ഇൻറ്റു 4 എന്ന് കിട്ടി. അപ്പം 128. സോ നമ്മളെ ഫോർമുല എന്തോന്നാണ്? നമ്പർ ഓഫ് കോപ്രൈം നമ്പേഴ്സ് ടു 480 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നമ്മുടെ ആൻസർ എത്രയെന്ന് കിട്ടി? 30,720 എന്ന് കിട്ടിയില്ലേ. എന്തെളുപ്പം നോക്കിയേ.